ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ. 2015 അദ്ദേഹം ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടാണല്ലോ തുടർന്ന് അങ്ങോട്ടുള്ള അന്വേഷണം നടക്കുന്നത്. അതിൽ 2018 താങ്കൾ ഹൈക്കോടതിയിൽ CBI അന്വേഷണം വേണം എന്നുള്ള ഹർജി നൽകുന്നത്. കാരണം 2017 വിജിലൻസിന്റെ അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് നൽകുകയുണ്ടായി. പ്രധാനമായും എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്രീ ജോമോൻ ഹൈക്കോടതിയിൽ ഹർജി CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകുന്നത്? ഞാൻ ഈ പറയുന്ന വിജിലൻസ് കോടതി വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ച നടപടി ശരിവെച്ചത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ ഹൈക്കോടതി ഇന്ന് രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. ഒരു നീതിപൂർവമല്ലാത്ത നടപടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഇന്ന്. ആ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ടാണ് CBI അന്വേഷണം ഉത്തരവിട്ടിരിക്കുന്നത്. വിജിലൻസിൻ്റെ ലീഗൽ അഡ്വൈസർ അഗസ്റ്റിനെ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് ഇന്ന് ഹൈക്കോടതി കാര്യകാരണസഹിതം ജസ്റ്റിസ് K. ബാബു ജഡ്ജിൻ്റെ വിധിന്യായത്തിൽ, സുപ്രധാനമായ വിധിന്യായത്തിലെ 74 പേജ് വരുന്ന വിധിന്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ ജഡ്ജ്മെൻ്റ് ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്, അത് വായിച്ചിരുന്നു ഇപ്പം. അപ്പോൾ വിജിലൻസിൽ വിവരാവകാശ നിയമപ്രകാരം IAS ഉദ്യോഗസ്ഥൻ വർഷം തോറും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യണം. അപ്പോൾ അന്ന് 2015 ചീഫ് സെക്രട്ടറി ഓഫീസിൽ നിന്നുള്ള സ്വത്ത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിയപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ KM എബ്രാഹത്തിൻ്റെ 33 വർഷത്തെ സർവീസിനിടെ ഒരു ഘട്ടത്തിൽ പോലും ഭാര്യയുടെയോ മക്കളുടെയോ ആശ്രിതരായിട്ടുള്ളവരുടെ 10,000 രൂപയിൽ കൂടുതലുള്ള മൂവൽ ആൻഡ് ഇമ്മൂവൽ പ്രോപ്പർട്ടി ഫയൽ ചെയ്യണമെന്ന് 1968 IAS ഉദ്യോഗസ്ഥരുടെ റൂൾ 16A പ്രകാരം ഫയൽ ചെയ്തിട്ടില്ലെന്ന് ചീഫ് സെക്രട്ടറി ഓഫീസിലെ വിവരാവകാശ രേഖ പ്രകാരം ഒന്നും ബോധ്യമായി. അതിനെ തുടർന്നാണ് ഞാൻ പരാതി കൊടുത്തത് മുഖ്യമന്ത്രിക്ക്. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്കും അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോമസിനും കൊടുത്തു. അപ്പം ഇയാളോട് വിശദീകരണം ചോദിച്ചത് വിചിത്രമാണ്. 2015 ജൂൺ 10 മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അന്ന് തന്നെ എൻ്റെ ഭാര്യ ഷേർലി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷേർലി, മൂവൽ ആൻഡ് ഇമ്മൂവൽ പ്രോപ്പർട്ടി 10,000 രൂപയിൽ കൂടുതൽ ഇന്നേ വരെ ഇല്ലാത്തത് കൊണ്ടാണ് ഫയൽ ചെയ്യാത്തത്. ദൈനംദിനം ഉപയോഗിക്കാനുള്ള ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, റിട്ടേണായിട്ട് എഴുതി കൊടുത്തു. അതിനുശേഷം ഭാര്യയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ വന്നെന്നുള്ളത് ഇപ്പോൾ ഹൈക്കോടതി കൊടുത്ത രേഖയിൽ ബാങ്ക് ഡീറ്റെയിലെല്ലാം വന്നു. അപ്പം ചുരുക്കത്തിൽ 12 കോടി രൂപയുടെയാണ് വസ്തുക്കൾ സംബന്ധിച്ച്. കടപ്പാക്കടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് 8 കോടി രൂപ, തിരുവനന്തപുരം മില്യൻ അമ്പാർട്ട്മെൻറ്റിലെ ഫ്ലാറ്റ് 1 കോടി രൂപ, ബോംബെയിലെ 3 കോടി രൂപയുടെ ഫ്ലാറ്റ്. അപ്പം ഈ തിരുവനന്തപുരത്തെയും ബോംബെയിലെയും ഫ്ലാറ്റ് സംബന്ധിച്ച് ഇയാളുടെ ശമ്പളത്തേക്കാൾ കൂടുതലാണ് മന്ത്ലി ലോൺ അടയ്ക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പെൻഷൻ കാശ് കൊണ്ടാണ് അടച്ചു പോകുന്നത് നുണ പറഞ്ഞു. അച്ഛനും അമ്മയും മരിച്ചത്, അമ്മ മരിച്ചിട്ട് 2016 ഏപ്രിൽ 12 അതിന് 10 വർഷം മുമ്പാണ് അച്ഛൻ മരിച്ചത്. അവൻ മരിച്ച അച്ഛൻ്റെ അമ്മയുടെ പെൻഷൻ എങ്ങനെയാണ് എടുക്കുന്നു? അവൻ കോടതിയിൽ കളവാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് നുണ പറഞ്ഞത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ച അച്ഛൻ്റെ അമ്മയുടെ. അപ്പോൾ ആശ്രിതരായിട്ടുള്ളത് കാണിക്കണ്ടേ, രേഖകൾ കാണിക്കണ്ടേ? മക്കളുടെ കല്യാണം നടത്തത് സ്വന്തക്കാർ പിരിവെടുത്താണെന്ന് പറഞ്ഞു. ഇതെല്ലാം നുണ. റെയിൽവേ പുറമ്പോക്കി കിടക്കുന്ന ഒരാളുടെ മക്കളുടെ കല്യാണം പോലും പിരിവെടുത്താണ് നടത്തിയെന്ന് പോയി പറയല. ആ അവസ്ഥയിലാണ് ഇത്രയും നുണ പറഞ്ഞത്. അപ്പം പ്രഥമദൃഷ്ട്യാൽ വരവിക്കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിക്ക് ബോധ്യമായെന്നാണ് ഇന്നത്തെ വിധിയിൽ പറയുന്നത്. അതുകൊണ്ട് കോഗ്നിസൻസ് കേസിൽ ഒരു പ്രാഥമിക അന്വേഷണമല്ല, ശ്രീ KM എബ്രാഹത്തിനെ പ്രതിയാക്കി വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളത് CBI കേസ് രജിസ്റ്റർ ചെയ്ത് വേണം അന്വേഷിക്കാനെന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പേജ് 38 39 പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹൈക്കോടതിക്ക് ബോധ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പണവും സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് കോടതികളെ അന്വേഷണ സംവിധാനത്തെ എല്ലാം അട്ടിമറിച്ച് നിയന്ത്രിച്ച് ഇതെല്ലാം കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ധരിച്ച KM എബ്രാഹത്തിന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ മുഴുവൻ കള്ളത്തരങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ. അപ്പോൾ ഇത് വളരെ വ്യക്തമായി തന്നെ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ വക്കീലില്ലാതെ തന്നെ ഞാൻ നേരിട്ടാണ് വാദിച്ചത്. ആദ്യഘട്ടത്തിൽ 13 മണിക്കൂർ ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. അതിനുശേഷം വാദം പൂർത്തിയാക്കി വിധി പറയാൻ വെച്ച കോടതി പിന്നീട് അതിന്മേൽ ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി വീണ്ടും കേസ് ജഡ്ജി തന്നെ
കോടതി തന്നെ ജസ്റ്റിസ് കെ ബാബു തന്നെ അദ്ദേഹം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഏപ്രിൽ 2-നും ഏപ്രിൽ 3-നും 2 ദിവസം തുടർച്ചയായിട്ട് 2 ദിവസം വാദം കേട്ടാണ് ഇപ്പോൾ വിധി പറയാൻ വേണ്ടി ഏപ്രിൽ 3-നും വിധി പറയാൻ വേണ്ടി മാറ്റിയതാണ്. ഇന്ന് വേനൽക്കാല അവധിയാണ് ഹൈക്കോടതി. ഇന്ന് കോടതി ഇന്ന് മുതൽ അടച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഒന്നാമത്തെ കേസായിട്ട് രാവിലെ 10:15 ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുകയാണ്. നീതിപൂർവമായ രീതിയിൽ കോടതിയിൽ നിന്നും ഇവിടെ ഇതിപ്പോഴുള്ള ഉദ്യോഗസ്ഥന്മാരെ, കള്ളന്മാരെ, അഴിമതി, ഇതുപോലെ കിഫ്ബിയുടെ CEO ആയിട്ടും മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ഒരാൾ സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ചാൽ സത്യം കണ്ടെത്താൻ പറ്റത്തില്ലെന്നും അതുകൊണ്ട് CBI പോലുള്ള ഏജൻസി അന്വേഷിച്ചാലേ സത്യം കണ്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കോടതി അംഗീകരിക്കുകയാണ്. കോടതി CBI അന്വേഷണത്തിലേക്ക് പോകാനുള്ള എൻ്റെ വാദങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുകയാണ്. ജഡ്ജ്മെൻറ്റ് പകൽ പോലെ എല്ലാം വ്യക്തമായി പറഞ്ഞു. എല്ലാ തെളിവുകളും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. വളരെ അത് കോടതിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഇതുപോലുള്ള ഒരു മഞ്ഞ് മലയുടെ ഒരറ്റം മാത്രമാണ് ഇയാളുടെ അഴിമതി വെളിവന്നിരിക്കുന്നത്. ഇനി ഒരുപാട് വരാൻ കിടക്കുകയാണ്, വെളിയിലേക്ക് വരാൻ കിടക്കുകയാണ്. കോടാനുകോടി രൂപ അക്കൗണ്ടിൽ ഭാര്യയുടെ പേരിൽ വന്നതും എല്ലാം വന്നിരിക്കുകയാണ്. അപ്പം കിഫ്ബിയുടെ പേരിലും മറ്റേ മസാല ബോണ്ട് വിദേശത്തുനിന്ന് ലണ്ടനിൽ നിന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് 9% പലിശയ്ക്ക് എടുത്തിട്ട് 2% പലിശ കുറച്ച് 7% പലിശയ്ക്ക് പുതിയ ഖജനാവിലെ പൈസ എടുത്ത് 2% കുറച്ച് ഈ കേമപ്പെടാത്ത ഇഷ്ടക്കാർക്കെല്ലാം 500 കോടി കൊടുക്കുന്നു, 200 കോടി കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ തൂർത്തടിക്കുവാൻ കേന്ദ്ര സർക്കാരും അത് പറഞ്ഞിരുന്നു. ഇതൊന്നും ഇങ്ങനെ കിഫ്ബിയുടെ മസാല ബോണ്ടിൻ്റെ പേരിലൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ നിയന്ത്രിച്ചിരുന്നു. അപ്പം ഇങ്ങനെ വട്ടമിട്ട് പറക്കുമ്പോൾ ഇയാൾ അതിൽ നിന്നെല്ലാം പഴുതി രക്ഷപ്പെടുവാൻ ഈ അന്വേഷണ ഏജൻസിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ക്യാബിനറ്റ് റാങ്ക് ഇയാൾക്ക് കൊടുത്തതെന്ന് പലരും പറഞ്ഞു. ഏത് ക്യാബിനറ്റ് റാങ്ക് കൊടുത്താലും അന്വേഷണ ഏജൻസിയോ കോടതിയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ എബ്രാത്തിന് കഴിയില്ലെന്ന് ഇന്നത്തെ വിധിയോടുകൂടി ബോധ്യമായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ.